നിമിഷം ആ മുറിയിലേക്ക് വന്ന അർജുനും മെല്ലെ മന്ത്രിച്ചു. ഡോക്ടർ പ്ലീസ്, വേർ ഈസ് ഹി? എൻ്റെ അപ്പ എവിടെയാണെന്ന് അവൾ അലറുകയായിരുന്നു. അവളുടെ തലയിലെ സ്റ്റിച്ചിൽ നിന്നും ചോര പൊഴിഞ്ഞു. ഹേയ് റിലാക്സ്, സ്ട്രെയിൻ ചെയ്യരുത്. സിസ്റ്റർ, സെഡേറ്റീവ് ഇഞ്ചെക്ട് ചെയ്യൂ. ഹേയ് നോ. അർജുൻ അവരെ തടഞ്ഞു. സർ, ക്യാൻ ഐ സ്പീക്ക് ടു ഹർ? ഷുവർ സർ. ഓക്കെ പ്ലീസ്. ഡോക്ടറും നേഴ്സും പുറത്തേക്കിറങ്ങി. അവൻ അവളുടെ അടുത്തായി ഇരുന്നു. ജ്വാല അവനെ ഇമ്മ ചിമ്മാതെ നോക്കി നിന്നു. സർ, വേർ ഈസ് ഹി? എൻ്റെ അപ്പ സർ, വേർ ഈസ് ഹി? അവളുടെ ശബ്ദം ഇടറി. അവനൊന്നും മിണ്ടാതെ അവൻ്റെ കയ്യിലെ ഓഡിയോ പ്ലേ ചെയ്തു. മോളെ, അച്ഛൻ പോവാട്ടോ. മോള് സന്തോഷമായിരിക്കണം. മോളെ അച്ഛൻ ഏറ്റവും സുരക്ഷിതമായ ഇടത്താണ് ഏൽപ്പിച്ചു പോകുന്നത്, അർജുൻ മോൻ്റെ അടുത്ത്. ആ കൈകൾ മോൾ ഒരിക്കലും കൈവിടരുത്. അച്ഛന് ഒരു വിഷമമേ ഉള്ളൂ. എൻ്റെ മോളെ ഒന്ന് കൊതിതീരെ സ്നേഹിക്കാൻ പോലും ഈ ഭാഗ്യം കെട്ട അച്ഛന്. ലവ് യു മോളെ. ഓഡിയോ അവസാനിച്ചതും അവൾ നിശ്ചലയായി തന്നെ ഇരുന്നു, മിഴികൾ ചിമ്മാൻ പോലും മറന്നതുപോലെ. അപ്പ പോയെന്ന്? എവിടേക്ക്? അപ്പയും അമ്മയും കുഞ്ഞിലേ പിരിഞ്ഞതുകൊണ്ട് എന്നെ മമ്മയ്ക്കൊപ്പമായിരുന്നു ഇത്രയും വർഷം. ഒടുവിൽ 1 മാസം മുൻപ് മമ്മിയുടെ മരണശേഷമായിരുന്നു അപ്പ വന്ന് കൂട്ടിയത്. സ്നേഹം കൊണ്ട് വേപ്പ് മുട്ടിക്കുകയായിരുന്നു ഇത്രയും നാൾ. ഒടുവിൽ അവളൊന്ന് ഏങ്ങിപ്പോയി. ഇനി മുതൽ താനൊരു അനാഥയാണ്. അർജുൻ അവളുടെ തോളിലായി പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ തടഞ്ഞില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ അവനിൽ നിന്ന് മുഖമടർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ണുനീരാൽ നനഞ്ഞൊട്ടിയ കൺപീലികളും കാണുകെ അവൻ്റെ ഉള്ളം വിങ്ങി. ഡിസ്ചാർജ് എഴുതി തരാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. വേണ്ട സർ, അതൊന്നും ശരിയാവില്ല. വേണം. തൻ്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ വാക്കു കൊടുത്തു. അതുമല്ല, അരവിന്ദ് ഡോക്ടർ എൻ്റെ സ്റ്റാഫാണ്. സാറിൻ്റെ വീട്ടിലൊന്നും ഇഷ്ടാവില്ല. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഉത്തരവ്. അവൾ പലതും പറഞ്ഞെതിർത്തെങ്കിലും അവസാനം അർജുൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എൻ്റെ കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ട്. ഇവിടെ എൻ്റെ ഫ്ലാറ്റിലുണ്ട്. അതെടുക്കണം. നാളെ ചെന്നെടുക്കാം, അർജുൻ പറഞ്ഞു. എനിക്ക് എൻ്റെ അപ്പായെ ഒന്ന് കാണണം. ഞാൻ കാണിക്കാം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി നാളെ ഞാൻ കാണിക്കാം, ഉറപ്പ്. അരവിന്ദ് അവൾ ഒരിക്കലും തന്നെ മകളാണെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അവളെ എതിർത്താൽ അവളുടെ പ്രതികരണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കുമെന്ന തോന്നലിലാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അവൻ ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങി. രഞ്ജിത്തിനെയും ഹർഷനെയും കാണാഞ്ഞിട്ട് അവൻ അവർക്കൊരു മെസ്സേജും ഇട്ട് അവളെയും കൊണ്ട് യാത്ര തിരിച്ചു. രാത്രി ഏറെ വൈകിയിരുന്നു. എല്ലാം കൂടെ അവൻ ആകെ ക്ഷീണിതനായിരുന്നു. എടോ, വീട്ടിലേക്ക് ഇനി 2 മണിക്കൂർ യാത്രയുണ്ട്. അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ വൈകിടോ. തനിക്ക് ഓക്കെയാണെങ്കിൽ ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഹോട്ടലുണ്ട്. ഇന്ന് അവിടെ കിടന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് പോകാം. ജ്വാല ഒന്ന് ആലോചിച്ചിട്ട് സമ്മതം മൂളി. അർജുൻ ഹോട്ടലിലേക്ക് വണ്ടി തിരിച്ചു. അല്പനേരത്തിന് ശേഷം അവൻ്റെ താർ മഠത്തിൽ എന്നെഴുതിയ ആ 5 സ്റ്റാർ ഹോട്ടലിന് മുന്നിലായി വന്നു നിന്നു. അവളെയും കൊണ്ട് റിസപ്ഷനിലേക്ക് നടന്നു. അർജുനൊപ്പം ഒരു പെൺകുട്ടി വരുന്നത് കണ്ട് അവരുടെ കണ്ണ് തള്ളി. നിഷ, എൻ്റെ പ്രൈവറ്റ് സ്യൂട്ടിൻ്റെ കീ. പിന്നെ ഗസ്റ്റ് റൂം ക്ലീൻ ആണല്ലോ, കീ ഇവൾക്ക് കൊടുത്തേക്ക്. അത് നിഷ വിറച്ചു. വാട്ട്? സർ, ഗസ്റ്റ് റൂമിൽ ഒഴിവില്ല. അർജുൻ്റെ കത്തുന്ന നോട്ടം കണ്ട് അവൾ ഭയന്നു. ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് റൂം ഒഴിച്ചിടണമെന്ന്. അത് ദിവാകർ സാർ പറഞ്ഞിട്ടാണ്. മിനിസ്റ്ററാണ് ഗസ്റ്റ് റൂമിൽ. അച്ഛൻ പറഞ്ഞിട്ടാണോ? അർജുൻ്റെ മുഖത്ത് നിരാശ പടർന്നു. ഇറ്റ്സ് ഓക്കെ അർജുൻ, ഞാൻ കംഫർട്ടബിൾ ആണ്. അവൻ്റെ ഉള്ളിലെ ആശങ്ക അറിഞ്ഞ പോലെ ജ്വാല പറഞ്ഞു. അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കീ കയ്യിൽ വാങ്ങി. സർ, ഈ കുട്ടി ആരാ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. അവൻ തിരിച്ചൊന്ന് നോക്കി. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് കുട്ടിക്ക് പെട്ടെന്ന് പിടികിട്ടി. അവൾ വേഗം കമ്പ്യൂട്ടറിലേക്ക് മുഖം താഴ്ത്തി. അവൾക്കൊപ്പം ലിഫ്റ്റിലേക്ക് നടന്നു. അവർ പോകുന്നത് ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു. ആരോ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നി. ജ്വാല പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അയാൾ മറഞ്ഞു നിന്നു. അവൾ ഒന്നുകൂടി ചുറ്റും നോക്കി അവനൊപ്പം നടന്നു. അയാൾ ഉടനെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കോൾ അറ്റൻഡ് ആയി. ഹലോ, യെസ്, ഹീസ് ഹിയർ.
എനിക്കൊന്നും വേണ്ട. വയ്യാതിരിക്കുമല്ലേ, ജ്യൂസ് പറയാം ഞാൻ, അതെങ്കിലും കുടിക്കുക. അവൾ ദുർബലമായി ഒന്ന് മൂളി. അർജുൻ ഇന്റർകോം വഴി 2 ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അവർ രണ്ടുപേരും ഫ്രഷായി വന്നപ്പോഴേക്കും ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു. അർജുൻ ഒരെണ്ണം എടുത്ത് സിപ്പ് ചെയ്തു. ഒന്നെടുത്ത് അവൾക്കും കൊടുത്തു. ജ്യൂസ് കൊണ്ടുവന്നയാളെ നോക്കിയപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി. എനിക്കൊന്നും വേണ്ട, വയ്യാതിരിക്കുമല്ലേ, ജ്യൂസ് പറയാം ഞാൻ, അതെങ്കിലും കുടിക്കുക. അവൾ ദുർബലമായി ഒന്ന് മൂളി. അർജുൻ ഇന്റർകോം വഴി 2 ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അവർ രണ്ടുപേരും ഫ്രഷായി വന്നപ്പോഴേക്കും ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു. അർജുൻ ഒരെണ്ണം എടുത്ത് സിപ്പ് ചെയ്തു. ഒന്നെടുത്ത് അവൾക്കും കൊടുത്തു. ജ്യൂസ് കൊണ്ടുവന്നയാളെ നോക്കിയപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി. സെൻട്രലൈസ് AC-യുടെ തണുപ്പിലും അയാളുടെ ചെന്നിയിൽ നിന്നും വിയർപ്പ് ചാലിട്ടൊഴുകുന്നു. കൈകൾ ചെറുതായി വിറയ്ക്കുന്നുമുണ്ട്. അവൾ പെട്ടെന്ന് ജ്യൂസിന്റെ ഗ്ലാസ് ടേബിൾ കൈപിടിച്ചു വലിച്ചു വെച്ചിട്ട് ക്ഷണവേഗത്തിൽ അയാളെ ഉള്ളിലേക്കിട്ട് ഡോർ ക്ലോസ് ചെയ്തു. എന്നിട്ട് അയാളുടെ കൈ തിരിച്ച് ലോക്ക് ചെയ്തു. ഹേയ്, താൻ എന്തായി കാണിക്കുന്നത്? അർജുൻ പെട്ടെന്ന് ഗ്ലാസ് അവിടെ വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. അർജുൻ, അത് കുടിക്കരുത്. സംതിങ് റോങ്. വാട്ട്? യെസ്, ഐ തിങ്ക് ഹീസ് പാക്ക്ഡ് ദാറ്റ്. പറയടാ, ആർക്ക് വേണ്ടി ഇത് ചെയ്തത്? അയാൾ ഭയന്ന് വിറച്ചു. മാഡം പ്ലീസ്, അത് ഞാൻ പറയാൻ. അവൾ മുഷ്ടി ചുരുട്ടി അടുത്തിരുന്ന ഗ്ലാസ് ജഗ്ഗിലേക്ക് ആഞ്ഞിടിച്ചതും അത് പൊട്ടിച്ചിതറി. അത് കണ്ട അവർ രണ്ടുപേരും ഭയന്നുപോയി. ജ്വാല അതിൽ നിന്നൊരു ഗ്ലാസ് പീസ് എടുത്ത് അയാളുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചു. ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞോ, നിന്നെ ഇവിടെ ഇട്ട് തീർത്താൽ പോലും ആരും ഒന്നും അറിയില്ല. ഞങ്ങൾ റിസപ്ഷനിൽ നിന്ന് മുറിയിലേക്ക് കയറുന്നതുവരെ നീ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആര് പറഞ്ഞിട്ടാ? ജസ്റ്റ് സ്പീക്ക് ഓഫ് പ്രദീപ്, അതർവൈസ് ഐ വിൽ ടിയർ ഔട്ട് യുവർ ടങ് ബോസ്റ്റ്. അയാൾക്ക് ഭയം കൊണ്ട് ശബ്ദം പോലും പുറത്തു വരുന്നില്ലായിരുന്നു. തൻ്റെ കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ആ ഗ്ലാസിന്റെ കൂർത്ത അഗ്രം കണ്ട് അയാൾ ഉമ്മിനീരിറക്കാൻ പോലും ഭയന്നു. അവൾ ആ ഗ്ലാസ് പീസ് കൊണ്ട് അയാളുടെ കൈകളിലൂടെ വരഞ്ഞു വിട്ടു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. അർജുൻ ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നിന്നു. എന്ത് ഭാഷാ പ്രാവീണ്യം! പണ്ഡിത തന്നെ. ഇവളിനി വല്ല തീവ്രവാദിയുമാണോ എന്നും ചെറുക്കൻ ചിന്തിക്കാതിരുന്നില്ല. ഞാൻ അതിൽ കുറച്ച് ഡ്രഗ് ചേർത്തിരുന്നു, റോഫിനോൾ. അത് കേട്ട് അവളൊന്ന് ഞെട്ടി. ആരാ ഇതിൻ്റെ പിന്നിൽ? പറയ. അപ്പോൾ അർജുന് വീണ്ടും ഒരു അസ്വസ്ഥത തോന്നി. അവൻ സോഫയിലേക്കിരുന്നു. ഇത് കണ്ട ജ്വാലയുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് തെറ്റിയതും അയാൾ പ്രാണരക്ഷാർത്ഥം അവളെ അവനു മേലേക്ക് തള്ളിയിട്ടുകൊണ്ട് അകത്തുനിന്ന് കീയെടുത്ത് അവരെ പുറമേ നിന്ന് പൂട്ടി. ജ്വാല കോപം കൊണ്ട് വിറച്ചു. അവൾ അർജുന്റെ മുഖത്തേക്ക് അടുത്തിരുന്ന വെള്ളം എടുത്ത് തുടച്ചു കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞതുമായി അവൻ ഓക്കെയായി. അപ്പോഴേക്കും വാതിലിൽ മുട്ടുന്നതും ബെൽ മുഴങ്ങുന്നതുമായി കേൾക്കാൻ തുടങ്ങി. അവൻ അവളെ ഒന്ന് നോക്കി. അവൾ മെല്ലെ ചെന്ന് പീപ്പ് ഹോളിലൂടെ ഡോറിന് പുറത്തേക്ക് നോക്കി. പോലീസും മീഡിയയും. അവൻ അവളെ നിസ്സഹായതയോടെ നോക്കി. ഞാൻ തന്നെ കൂടെ അപകടത്തിലേക്ക് വലിച്ചു വിട്ടല്ലേ, സോറിയടോ. അവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ജ്വാലയുടെ ഉള്ളിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് അവന്റെ തലയിൽ തലോടി. നമ്മൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തില്ല, അത് നമുക്കറിയാം. പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെയാവില്ല. ഇപ്പോൾ എന്താ ചെയ്യാ? അവന്റെ മുഖം വലിഞ്ഞു മുറങ്ങി. സാറിന്റെ ഫോണും തരുമോ? അവൻ ഫോൺ കൊടുത്തു. അവൾ പെട്ടെന്ന് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്തോ സംസാരിച്ചു. കോള് കട്ട് ചെയ്തിട്ട് അവനോട് പറഞ്ഞു, ഒരു വഴിയുണ്ട്. ഡോർ തുറന്നതും പോലീസും മീഡിയയും ഉള്ളിലേക്ക് തള്ളിക്കേറി. ഫ്ലാഷുകൾ മിന്നി. എന്താ സാർ ഈ കാണിക്കുന്നത്? അർജുൻ ഈർഷ്യയോട് ചോദിച്ചു. എന്താ സാറേ, കലാപരിപാടിക്ക് തടസ്സം നേരിട്ടോ? SI രഘുറാം ഒരു വഷളം ചിരിയോടെ അവനോട് ചോദിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, എനിക്കിത്തിരി മര്യാദ കുറവാണല്ലോ. ഇവിടെ ഹോട്ടലിന്റെ മറവിൽ അനാശ്വാസം നടക്കുന്നൊരു പരാതി കിട്ടിയിട്ട് വന്നതാ. ഇപ്പൊ കണ്ടു ബോധിച്ചു. ഒരു പെണ്ണുമാണും ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞാൽ അത് അനാശ്വാസമാകുമോ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കൊള്ളാലോ സാറേ ഈ മുതല്. സാറിൻ്റെയൊക്കെ ഒരു യോഗം. എത്ര കൊടുത്തു? കണ്ടവന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങി നക്കിയിട്ട് എന്റെ നേർക്ക് വരുന്നു. വൃത്തികെട്ട ചിരിയോടെ SI പറഞ്ഞത് കേട്ട അർജുൻ അയാളുടെ കോളറിൽ പിടിച്ചു വലിച്ചു. കൈയെടുക്കടോ. അയാൾ അർജുന്റെ കൈകൾ
കോളറിൽ നിന്ന് പിടിച്ചു മാറ്റി മുഖത്തിന് നേരെ ആഞ്ഞടിച്ചു. ആ കൈ ആരോ തടഞ്ഞു. കോപം കൊണ്ട് ജ്വലിക്കുന്ന മുഖത്തോടെ ജ്വാലയെ കണ്ട അയാളൊന്ന് പതറി. "ഡോണ്ട് ഡെയർ ടു ടച്ച് ഹിം, ഹീസ് മൈ ഹസ്ബൻഡ്." അവളുടെ കഴുത്തിലെ താലിയും നെറുകയിലെ ചുവപ്പും കണ്ട SI പകച്ചു നിന്നു. അതേസമയം വീട്ടിലിരുന്ന് ന്യൂസ് കണ്ട രഞ്ജുവും ഹർഷനും അന്തം വിട്ട് നോക്കി നിന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, പ്രശസ്ത ബിസിനസ്മാനും മഠത്തിൽ ഗ്രൂപ്പിന്റെ MDയുമായ അർജുൻ ദിവാകറിന്റെ വിവാഹം കഴിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത്.